ദൈവനാമത്തിന് മഹത്വം പറയുന്നു. ഇന്ന് രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പാസ്റ്റർമാർ, സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് മരണത ഓൺലൈൻ ചർച്ചിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജിഫി വർഗീസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇന്നത്തെ ഈ യോഗം ലീഡ് ചെയ്യുന്ന പാസ്റ്റർ പ്രദീപ് മണ്ടർകാട്, അതുപോലെ ഇന്ന് ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ജിക്സൺ ജോസ്, പ്രാർത്ഥിച്ച സിസ്റ്റർ ലിമ്മ, പാസ്റ്റർ ഷാജഹാൻ, എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. സമയം വളരെ കടന്നുപോയതുകൊണ്ട് അധികം മുഖവരകൾ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മുൻകൂട്ടി നോട്ടീസ് ലഭിച്ചതുപോലെ 12 ചെറിയ പ്രവാചകന്മാരുടെ ആ പുസ്തകങ്ങൾ ആരംഭിക്കുന്ന ഭാഗത്തുള്ള ആദ്യത്തെ പുസ്തകം ആയ ഹോശിയ, ഞാൻ 12 പ്രവാചകന്മാരെക്കുറിച്ച് ഉള്ള ഒരു ക്ലാസ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ പ്ലാറ്റ്ഫോമിൽ എടുത്തതാണ്. അപ്പോൾ അത് ഓടിച്ച് ഞാൻ പറഞ്ഞു പോയതാണ്. പ്രത്യേകിച്ച് അന്ന് ഞാൻ പറഞ്ഞു ഓർഡർ അനുസരിച്ച് ഹോശിയ അല്ല ഒന്നാമതായിട്ട്, അതായത് കാലക്രമം അനുസരിച്ച് വരേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പോലെ, അല്ലെങ്കിൽ ബൈബിളിൽ കാണുന്ന പോലെയുള്ള ക്രമം അനുസരിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ തുടരുന്നത്. അപ്പോൾ ഹോശിയ പ്രവചനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ പറയുന്നത്. ഹോശിയ പ്രവാചകൻ എഴുതിയ പുസ്തകം, അത് ഹോശിയാണ് എഴുതിയത്, നമുക്കറിയാം, എഴുത്തുകാരൻ. അപ്പോൾ ഹോശിയ എന്നതിൻ്റെ എബ്രായ നാമം ഹോഷിയ എന്നാണ്. ഹോഷിയാഹു എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഹോഷിയ എന്ന് പറയുന്ന നാമം. യഹോവ രക്ഷിക്കുന്നു എന്നാണ് ഹോഷിയ എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം. ഒസി അല്ലെങ്കിൽ OSEE എന്നാണ് ഗ്രീക്കിലും ലത്തീനിലും ഇതിനെ ഉച്ചരിക്കുന്നത്. ഒസി അല്ലെങ്കിൽ ഹൊസിയ എന്ന് പറയുന്നതിന് ഒസി എന്നാണ് ഉച്ചരിക്കുന്നത്. വാക്കുകളുടെ ഉൽപ്പത്തിശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ എറ്റിമോളജി അനുസരിച്ച് ജഹോഷുവ, ജോഷുവ, യേശു എന്നിവയെല്ലാം ഹോശിയ എന്ന പേരുമായി ബന്ധപ്പെട്ട് വരുന്ന പേരുകളാണ്. യഹൂദിയയിലെ രാജാക്കന്മാരായി BC 767 മുതൽ 739 വരെ ഭരിച്ച ഉസിയാവ്, BC 739 മുതൽ 731 വരെ ഭരിച്ച യോധാം, BC 731 മുതൽ 715 വരെ ഭരിച്ച ആഹാസ്, BC 715 മുതൽ 686 വരെ ഭരിച്ച ഹിസ്കിയാവ് എന്നിവരുടെ കാലത്തായിരുന്നു ഹോശിയയുടെ പ്രവചന ശുശ്രൂഷ. ഹോശിയ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാം. പക്ഷേ ഞാനിത് പറയുന്നത് കൊണ്ട് ഇത്രയും ദീർഘവർഷങ്ങൾ ഹോശിയ പ്രവചന ശുശ്രൂഷ നടത്തി എന്നല്ല പറയുന്നത്, ഇവരുടെ സമകാലികനായിരുന്നു എന്നാണ് പറഞ്ഞത്. BC 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകനായിരുന്ന ഹോശിയ, ആമോസ്, യെശയ്യാവ്, മിഖ എന്നീ പ്രവാചകന്മാരുടെ സമകാലികനായിരുന്നു. നീതിയുടെ പ്രവാചകനായ ആമോസിൻ്റെ പിന്നാലെയാണ് ഹോശിയ രംഗത്ത് വന്നത്. ഈ പ്രവചന പുസ്തകം വ്യക്തമാക്കുന്നതൊഴികെ മറ്റൊന്നും തന്നെ ഒരളവിൽ പറഞ്ഞാൽ ഹോശിയയെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തമല്ല. ബേരിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന് 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലുണ്ട്. ഗോമർ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവാണ് അദ്ദേഹം എന്നത് 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അതുപോലെ 2 അല്ലെങ്കിൽ 3 മക്കളുടെ പിതാവാണ് അദ്ദേഹം എന്നത് 1-ാം അധ്യായം 4-ാം വാക്യവും 6-ാം വാക്യവും 9-ാമത്തെ വാക്യവും നമ്മൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഇസ്രായേലിനോടുള്ള ആത്മാർത്ഥമായ ദൈവസ്നേഹം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഇതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ആത്മാർത്ഥമായ സ്നേഹം. ഇനി ഞാനിതിൻ്റെ വിവരണമെന്ന് പറയാം. വ്യഭിചാരിണിയായ ഭാര്യയും വിശ്വസ്തനായ ഭർത്താവും എന്നതാണ് ഹോശിയ പ്രവചനം 1-ാം അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം വരെ ഉള്ള ഭാഗങ്ങളിലെ പ്രതിപാദ്യം. ഇനിയും വ്യഭിചാരിണിയായ ഇസ്രായേലും വിശ്വസ്തനായ ദൈവവും എന്നതാണ് 4-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ഇനി ഞാൻ തുടർന്ന് പറയുന്നത് ഹോശിയയുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഒരർത്ഥത്തിൽ ഹോശിയയുടെ വ്യക്തിപരമായ ജീവിതം പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമായിട്ട് പരിണമിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന ഗോമറിൻ്റെ അവിശ്വസ്തതയിലാണ് ചുറ്റിക്കറങ്ങുന്നത്.
ഇനി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ഒത്തിരി വിശദീകരണം പറയാതെ ഞാൻ മുൻപോട്ട് പോകാം. ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഹോശേയയുടെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കാൻ, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഓർക്കണം, ഹോശേയയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംവിധാനം, അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവം അദ്ദേഹത്തോട് പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിവാഹ സമയത്ത് ദിബ്ലൈമിന്റെ മകളായ ഗോമർ കന്യകാത്വം നഷ്ടപ്പെടാത്തവളായിരുന്നു എന്നാണ് ചിലരുടെ അഭിമതം. അപ്പോൾ ഹോശേയ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം അനുസരിച്ച് പറഞ്ഞാൽ വിവാഹത്തിന് മുൻപ് തന്നെ വ്യഭിചാരിണിയായിരുന്നു എന്ന് വ്യക്തം. ഇനി ദൈവത്തെ വിട്ടുമാറി ഇസ്രായേലിനോട് സുവ്യക്തവും ഹൃദ്യവുമായ സന്ദേശം പറയുവാൻ ദൈവം ഹോശേയയുടെ ജീവിതം പന്താടാനും വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനൊരു സന്ദേശം പറയണം. അതിനുവേണ്ടി തൻ്റെ ജീവിതത്തെ കശക്കിയെറിയുവാനും വേണ്ടി ദൈവം ഹോശേയയോട് അനുവാദം ചോദിക്കുന്നു. യാതൊരു വൈമനസ്യവും കൂടാതെ ഹോശേയ തൻ്റെ ജീവിതം ദൈവീക പദ്ധതിക്കായിട്ട് വിട്ടുകൊടുക്കുന്നതാണ് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ കാണുന്ന നമ്മളുടെ ഹൃദയം ഒന്ന് വിറച്ചുകൊണ്ട് കേൾക്കുവാൻ കഴിയുന്ന ചിന്തയെന്ന് പറയുന്നത്. ഒരു സാധാരണ ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, കേൾക്കുമ്പോൾ സുഖമാണെങ്കിലും അനുഭവിച്ച ഹോശേയയുടെ ജീവിതത്തെ ഒന്ന് ഓർത്താൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന് എന്ന് വ്യക്തം. ഹോശേയ പ്രവചനത്തിൻ്റെ ഭാഷയിൽ വിഗ്രഹാരാധനയെ വ്യഭിചാരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ തുറന്നു പറയാം. ദൈവത്തിന് ഏറ്റവും പിണക്കുള്ള പാപം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലാ പാപവും ദൈവത്തിന് ഇഷ്ടമാണെന്നല്ല. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള പാപം എന്ന് പറയുന്നത് വിഗ്രഹാരാധന. അതായത് ദൈവത്തെ കല്ലിനോടും മണ്ണിനോടും അല്ലെങ്കിൽ ഒരു നിർമ്മിതിയോടും ഒക്കെ സദൃശീഭവിച്ച് കണ്ട്, അല്ലെങ്കിൽ ആരാധന കൊടുക്കേണ്ട ദൈവത്തെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് തുലനപ്പെടുത്തി, അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൈപ്പണിക്ക് അതേ അർത്ഥത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ദൈവത്തിന് ഒരിക്കലും ഉൾക്കൊള്ളുവാനും വേണ്ടി കഴിയുകയില്ല. തുടർന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ നടപടികളാണ്. അന്യദേവ പൂജയും വിഗ്രഹസേവയും നടത്തി വന്ന ജനത്തിനിടയിൽ നിന്ന് അബ്രഹാമിനെ സത്യ ദൈവ ആരാധനയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളെ ഇസ്രായേൽ എന്ന ജനവിഭാഗമാക്കി മാറ്റി. എന്നാൽ വീണ്ടും വീണ്ടും അന്യദൈവ പൂജകളിലേക്ക് അവർ പോയിക്കൊണ്ടിരുന്നു. കനാന്യ ആരാധനാ സമ്പ്രദായങ്ങളും അവരുടെ ദേവീദേവന്മാരുമൊക്കെ ഇസ്രായേൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. എന്ന് പറഞ്ഞ സത്യദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിച്ച ജനം ഓരോ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്തോറും അവർ അന്യദൈവ ബന്ധങ്ങളിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും അതുപോലെ ചുറ്റുമുള്ള ജാതികളുടെ സമ്പ്രദായങ്ങളിലേക്കും തിരിഞ്ഞ് അവർ അതെല്ലാം അവരുടെ സ്വന്തമൊക്കെയാക്കി മാറ്റുന്ന ഒരു വല്ലാത്ത മനം പുരട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ചരിത്രം പഠിച്ചാൽ BC 8-ാം നൂറ്റാണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു. ദാവീദിൻ്റെ കൊച്ചുമകനായ രഹബിയാമിൻ്റെ ഭരണകാലത്ത് രണ്ടായി രാജ്യം പിരിഞ്ഞു. 2.5 ഗോത്രം മാത്രമുള്ള തെക്കൻ ഭാഗമായ യഹൂദിയും 10 ഗോത്രങ്ങൾ ഉള്ള വടക്കൻ ഭാഗമായ ഇസ്രായേലുമായിരുന്നു ആ 2 രാജ്യങ്ങൾ. അതായത് തെക്കൻ ഭാഗത്തുള്ള യഹൂദി എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് വിരാജിച്ചത് യെരൂശലേമാണ്. തെക്കൻ ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ വടക്കൻ രാജ്യമായ ഇസ്രായേൽ അതിൻ്റെ തലസ്ഥാനമായിട്ട് പിന്നീട് വന്നു ചേർന്നത് ശമറിയാണ്. അപ്പോൾ അതിൽ ഇസ്രായേൽ എന്ന വടക്കൻ രാജ്യത്തെയാണ് ഈ ഹോശേയയുടെ പ്രവചനത്തിൽ പരാമർശിക്കുന്നത്. വടക്കേ രാജ്യമായ ഇസ്രായേലിൽ BC 750 മുതൽ 736 വരെയായിരുന്നു ഹോശേയയുടെ ശുശ്രൂഷ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് 4 രാജാക്കന്മാരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇത്രയും ദീർഘവർഷങ്ങൾ അദ്ദേഹം ശുശ്രൂഷ നടത്തി എന്ന് നിങ്ങൾ ഗണിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്
730 മുതൽ 736 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 14 വർഷങ്ങൾ മാത്രമായിരുന്നു ഹോശിയായുടെ പ്രവചന ശുശ്രൂഷയുടെ കാലയളവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. സാമ്പത്തികമായും രാഷ്ട്രീയപരമായും നിർമ്മാണപരമായും സൈന്യപരമായും ഒക്കെ രാജ്യം പ്രൗഢിയിലെത്തിയെങ്കിലും ധാർമ്മികമായും ആരാധനാപരമായും ദൈവനിയമപരമായും എല്ലാം തന്നെ വളരെ വഷളും ഒക്കെയായിട്ട് ആ രാജ്യവും ജനങ്ങളും മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ധാർമ്മികം, ആരാധനാപരം, ദൈവം നിയമപ്രകാരം ഈ രീതികളിലൊക്കെ നമ്മൾ നോക്കിയാൽ അവർ വളരെയധികം അതപ്പതിരിച്ചു. ഇന്നും നമ്മളുടെ സഭകളിലൊക്കെ ഈ ഉയർച്ചയൊന്നും ദൈവകൃപയെന്നും ഒക്കെ പലരും കണ്ടുവച്ചിരിക്കുന്നത് പണം കൂടുകയും വീടിൻ്റെ വലിപ്പം വെക്കുകയും വാഹനങ്ങൾ എണ്ണം കൂടുകയൊക്കെ ചെയ്യുന്നതാണ്. അതല്ല, ദൈവം ആഗ്രഹിക്കുന്ന ആ രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനൊന്നും ദൈവം വില കൽപ്പിക്കുകയില്ല എന്നും കൂടെ അറിയണം. അപ്പോൾ ഏക ദൈവവിശ്വാസമായ യാഹ്വയിസം കനാന്യ ബഹുദേവതാ വിശ്വാസത്തിലേക്കും പിന്നീട് മെസൊപ്പൊത്താമിയൻ ബഹുദേവതാ പൂജയിലേക്കും നാടോടി മതവിശ്വാസത്തിലേക്കുമൊക്കെ കൂപ്പുകുത്തുന്ന ദുസ്സഹമായ കാഴ്ചയായിരുന്നു ആ ചരിത്രത്തിൽ നമ്മൾ തെളിഞ്ഞ് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാനൊന്നുകൂടെ അത് പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഏകദൈവ വിശ്വാസമായ മൊണോത്തിസം ആയ യാഹ്വയിസം അല്ലെങ്കിൽ യഹോവയെ ആരാധിക്കുന്നത് അത് കനാന്യ ബഹുദേവതാ വിശ്വാസത്തിലേക്ക് പോളിത്തീസത്തിലേക്ക് മാറി. പിന്നീടത് മെസൊപ്പൊത്താമിയൻ ബഹുദേവതാ പൂജയിലേക്ക് മാറി, നാടോടി മതവിശ്വാസം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിലുള്ള യഹോവ എന്ന് പറയുന്ന പരിശുദ്ധനായ ദൈവത്തെ അവർ ഇവിടെ കണ്ട മറ്റു പലതുമായിട്ട് സദൃശീഭവിച്ചും ഒക്കെ ദൈവമെന്നും പറഞ്ഞുകൊണ്ട് ആരാധന കൊടുക്കുന്നതിന് ദൈവത്തിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തിന് ഇതൊന്നും പൊറുക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളും പെന്തക്കോസ്ത് എന്ന് പറഞ്ഞിട്ട് വഴിവിട്ടു പോയാൽ ദൈവത്തിന് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നും കൂടെ ഈ ക്ലാസ്സിനിടയിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അടുത്തത് കനാന്യ ദൈവങ്ങളുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത്. ദൈവം ഇസ്രായേലിന് നിയമം കൊടുക്കുമ്പോൾ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാലും ഇത് തന്നെ കാണാം. അപ്പോൾ പുനരാവർത്തനം എന്ന് അല്ലെങ്കിൽ ഡിറ്ററോണമി എന്ന് പറയുന്നത് നിയമാവർത്തനം എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോശ വീണ്ടും പഴയ നിയമങ്ങൾ അദ്ദേഹം പിസ്ഗായുടെ കൊടുമുടിയിലേക്ക് കയറിപ്പോയി മരണം ആസ്വദിക്കുന്നതിന് തൊട്ടു മുമ്പ് ജനങ്ങളെ വിളിച്ചുകൂട്ടി കഴിഞ്ഞ 40 വർഷങ്ങൾ ദൈവം അങ്ങനെ അവരെ നടത്തി എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണ് നിയമാവർത്തനം അല്ലെങ്കിൽ ഡിറ്ററോണമി എന്ന് പറഞ്ഞ പുസ്തകം. നമ്മളതിനെ ആവർത്തന പുസ്തകം എന്നാണ് വിളിക്കുന്നത്. ഹോശിയുടെ മക്കളെക്കുറിച്ചാണ് ഞാൻ തുറന്നു പറയുന്നത്. ഹോശിയ ഗോമർ ബന്ധത്തിൽ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ജനിച്ചു. ഒന്നുകൂടി പറയാം, ഹോശിയയുടെയും ഗോമറിൻ്റെയും സംയോഗത്തിൽ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ജനിച്ചു. ഇസ്രായേൽ എന്നാണ് മകൻ്റെ പേര്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കണം, ജസ്രീൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. JESSREEL എന്നാണ്. അപ്പോൾ മലയാളത്തിലത് മൊഴിമാറ്റം നടത്തിയപ്പോൾ ഇസ്രായേൽ എന്ന് വന്നു പോയതാണ്. അതിന് ഉള്ള അർത്ഥം എന്ന് പറയുന്നത് ദൈവം വിതയ്ക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പേരിൻ്റെ അർത്ഥം ജസ്രീൽ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ആദിയാതനായി പിറന്ന അവൻ്റെ പേരിന് ഉള്ള അർത്ഥം എന്ന് പറയുന്നത് ദൈവം വിതയ്ക്കുമെന്നാണ്. ദൈവനിർദ്ദേശപ്രകാരമാണ് ഹോശിയ മക്കൾക്ക് പേര് നൽകിയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം അവകാശം പറഞ്ഞ് ദൈവത്തിന് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ മാത്രം മുൻപോട്ട് പോകുവാൻ വേണ്ടി ഒരു അവസരം കിട്ടിയ മനുഷ്യനാണ് ഈ പറഞ്ഞ ഹോശിയ. അപ്പോൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മൾക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയാൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലെയും അഭിപ്രായം പറയുവാനും അല്ലെങ്കിൽ തീരുമാനമെടുക്കുവാനും ഉള്ള അവകാശം ദൈവം ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്കത് സന്തോഷത്തിലെ കലാശിക്കുമെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹോശിയ എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം ദൈവത്തിൻ്റെ ഇംഗിതത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചു. എങ്ങനെ വേണമെങ്കിൽ കശുക്കേറിയോ പന്താടുകയോ
എന്ത് വേണ ചെയ്യുകയോ തിരിക്കുകയോ മറിക്കുകയോ എന്ത് ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു അനുവാദത്തിന് വേണ്ടി തന്നെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഈ ഹോഷിയ എന്ന് പറയുന്നത്. ലൈംഗിക അനുഷ്ഠാനങ്ങളോടൊപ്പമായിരുന്നു ഈ ബാൽ ദേവനെയും മറ്റും ആരാധിച്ചിരുന്നത്. ഇന്ത്യയിലെ ദേവദാസ സമ്പ്രദായം എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്നൊരു കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ വേർഷനാണത്. അപ്പോൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുൻപിൽ വെച്ച് ആ വിഗ്രഹ ദൈവത്തിൻ്റെ പേരിൽ വ്യഭിചാരം ചെയ്യുക. അപ്പോൾ ധനസമൃദ്ധി, കുടുംബ ഉയർച്ച, വ്യാപാരത്തിൽ ലാഭം, അതുപോലെ യുദ്ധവിജയം, ആരോഗ്യം, സമ്പത്ത്, ഫലപുഷ്ടി എന്നിവയെല്ലാം ലഭിക്കും എന്നായിരുന്നു വിശ്വാസം. ഇതിനെ ഫെർട്ടിലിറ്റി കൾട്ട് അഥവാ ഫലപുഷ്ടി ആരാധന എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിവിധ സംവിധാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണാം. ഇവിടെ ബംഗാളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ സ്രാവിനെ നേതിച്ച്, സ്രാവ് ദൈവമാണ്, സ്രാവിനെ നേതിച്ച് വലിച്ചെറിയുമായിരുന്നു, ഇൻഫാൻറ്റിസൈഡ് അല്ലെങ്കിൽ ശിശുഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ വില്യം ഗേറിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് നിരോധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കനാനിൽ മാത്രമൊന്നുമല്ല ഇങ്ങനത്തെയുള്ള സംവിധാനം ഉണ്ടായിരുന്നത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ ഇന്ത്യയിലുണ്ടല്ലോ ഈ ലൈംഗികത കലർന്ന ആരാധന. അപ്പോൾ അതിപ്പം നമ്മുടെ നിയമമൊക്കെ അനുസരിച്ച് അല്പം വ്യത്യസ്തത വന്നല്ലാതെ അതിൻ്റെ അലിയൊലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല, പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവം കൊടുത്ത ഈ നിയമങ്ങൾ നിലനിൽക്കെയാണ് ഇസ്രായേൽ അന്യദൈവങ്ങളെ സേവിക്കാൻ തുടങ്ങിയതെന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. കനാനിലെ പ്രധാന ദൈവങ്ങളിലൊന്നായിരുന്നു ബാൽ. മഴയെയും മണ്ണിര ഫലപുഷ്ടിയെയും ഈ ദൈവം നിയന്ത്രിക്കുന്നു എന്നായിരുന്നു വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? ബാൽ എന്ന് പറയുന്ന ദൈവം അവർ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ കനാനിലെ പ്രധാനപ്പെട്ട ദൈവമാണ്. മഴയെ നിയന്ത്രിക്കുന്ന ദൈവമാണ്, മണ്ണിൻ്റെ ഫലപുഷ്ടിയെ നിയന്ത്രിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോഴും നമ്മുടെ ഇടയിലുമൊക്കെ കാണാമല്ലോ സ്പെഷ്യലിസ്റ്റുകളായ കുറേ ദേവീദേവന്മാർ എന്ന് പറഞ്ഞാൽ വിദ്യയുടെ ദേവി, അതുപോലെ വെളിച്ചത്തിൻ്റെ ദേവി, ധനത്തിൻ്റെ ദേവി, ഇങ്ങനെ വേണ്ട മഴ, ഇടിമിന്നൽ, ഇങ്ങനെ ഓരോ ദേവീദേവന്മാരെ ഹൈന്ദവീതിക്കൽ കാണാം. എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നതിൻ്റെ അകത്ത് പുണ്യവാളന്മാരും പുണ്യവതികളും ഒക്കെ ഓരോന്നിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ഈ ശിശുരോഗ വിദഗ്ധൻ, ഇല്ലെങ്കിൽ ഈ ഗർഭസ്ഥ രോഗികളെ ശുശ്രൂഷിക്കുന്ന വിദഗ്ധൻ, അതുപോലെ എല്ല് രോഗവിദഗ്ധൻ, ഇങ്ങനെ തുടങ്ങി ഉള്ളതുപോലെ ഇവിടെ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞ് ഉള്ളതിൻ്റെ അകത്തും സ്പെഷ്യലിസ്റ്റുകളെ കാണാം, പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള പുണ്യവാളന്മാരും പുണ്യവതികളും. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഇംഗിതത്തിനെതിരാണ് എന്ന് ഒന്ന് ഓർക്കണം. ദൈവനിർദ്ദേശപ്രകാരമാണ് ഹോഷിയ തൻ്റെ മക്കൾക്ക് പേര് നൽകിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് അഥവാ ആ പേര് നിർദ്ദേശിച്ചതിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവം പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ജസ്രീൽ എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവം പറയുന്നു. ദൈവം വിതയ്ക്കുമെന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ അതിൻ്റെ വിശദാംശം കാണാം നമുക്ക്. ഹോശിയ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ രാജത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ലൊടിച്ച് കളയും എന്ന് അരുളി ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ്, ആ ഏലിയാവിൽ കൂടി പറഞ്ഞൊരു പ്രവചനമുണ്ട്. ആ പ്രവചനം അതായത് സത്യദൈവത്തെ ആരാധിക്കാതെ അന്യദൈവ പൂജകളിലേക്കും ബാൽ, അശേര തുടങ്ങിയ ആ അന്യദൈവ ആരാധനകൾക്ക് പോയ ജനത്തെ നയിച്ച ആഹാബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരോടുള്ള ദൈവിക ന്യായവിധി നടത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചവനാണ് യേഹൂ. പക്ഷേ അദ്ദേഹം വളരെ കാര്യമായിട്ട് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ തലമുറകൾ പിന്നീട് രാജകസേരയിൽ വന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് മുൻപോട്ട് പോകുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഇവിടെ ഈ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യേഹൂ ഗ്രഹത്തെ സന്ദർശിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും എന്ന് ഉള്ള ഭാഗമോട് വരുവാൻ കാര്യം. ഹോഷിയയ്ക്കും ഗോമറിനും രണ്ടാമത് ജനിച്ചതൊരു പെൺകുട്ടിയാണ്. അവൾക്കിടുവാൻ ദൈവം പറഞ്ഞ പേര് ലോ രുഹുമ എന്നാണ്. ആ വാക്കിൻ്റെ ഒറ്റയടിക്കുള്ള അർത്ഥം കരുണ ലഭിക്കാത്തവളെന്നാണ്. അതിനോട് ബന്ധപ്പെട്ട് ദൈവം പറഞ്ഞത്
ഹോശേയ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ കാണാം, ഞാൻ ഇനി ഇസ്രായേൽ ഗ്രഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, കരുണ ലഭിക്കാത്തവളെന്ന് പറഞ്ഞിട്ട് അതിന് വിശദാംശം പറയുകയാണ്, ഞാൻ ഇനി ഇസ്രായേൽ ഗ്രഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കില്ല. അപ്പോൾ ദൈവം ഈ പേരുകളെല്ലാം നിർദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് ഇസ്രായേലിനോടൊരു വ്യവഹാരമുണ്ട് എന്ന് ദൈവം കാണിക്കുകയാണ്. ഈ പറയുന്ന ഹോശേയയുടെയും ഗോമറിൻ്റെയും ബാന്ധവത്തിൽ മൂന്നാമത് ജനിച്ചൊരു മകനാണ്. അവനിടുവാൻ ദൈവം പറഞ്ഞ പേര് ലോ അമ്മി എന്നാണ്. എൻ്റെ ജനം അല്ല എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ദൈവം കൊടുത്തൊരു സന്ദേശമുണ്ട്. ഹോശേയയുടെ പ്രവചനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്, നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കില്ല. അപ്പോൾ അകന്ന് 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 ദൈവം വിതയ്ക്കും എന്ന് ആദ്യം പറഞ്ഞിട്ട് കരുണ ലഭിക്കാത്തവൾ എന്ന് രണ്ടാമത് പറഞ്ഞിട്ട് മൂന്നാമത് പറയുന്നത് നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കില്ല. അപ്പോൾ ദൈവം ഇസ്രായേലിൽ നിന്ന് അകലുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്ന, ദൈവത്തിൻ്റെ വഴികൾ വിട്ടുപോകുന്ന ജനത്തെ എങ്ങനെ ദൈവം ശിക്ഷിക്കും എന്ന് ഉള്ളതിൻ്റെ നിദർശനങ്ങളായിട്ട് ആ പേരുകൾ മാറുകയാണ്. തുടർന്ന് ഞാൻ പറയാൻ തുടങ്ങുന്നത് ഈ കുടുംബത്തിൽ ഉണ്ടായൊരാഘാതമാണ്. ഗോമറിൻ്റെ പരപുരുഷ ബന്ധമാണ്. ഈ 3 മക്കളുടെ ജനനശേഷം ഗോമർ അവളുടെ പഴയ ജാരന്മാരിലേക്ക് പോയി. ഒരു ദിവസം ഹോശേയ തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ അടിമച്ചന്തയിൽ ആരും വാങ്ങാതെ നിർത്തിയിരിക്കുന്ന അസ്ഥിയിൽ തൊലി പൊതിഞ്ഞ ഒരു രൂപം അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അതെ, തൻ്റെ ഭാര്യ ഗോമർ. അടിമപ്പണി ചെയ്യിക്കുവാൻ തക്ക ആരോഗ്യമില്ലാത്തതിനാലാണ് ആരും അവളെ വാങ്ങാഞ്ഞത്. 15 വെള്ളിക്കാശും 1.5 ഹോമർ യവവും നൽകി ഹോശേയ അവളെ വീണ്ടെടുത്തു. ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്, അല്ലെങ്കിൽ അവിടെയാണ് ആ ചിന്ത കാണുന്നത്. അപ്പം ദൈവിക വിധികൾ ധിക്കരിച്ച് മ്ലേച്ഛമായ ജീവിതഗതിയിലൂടെ പാഞ്ഞു പോകുന്ന ജനത്തിൻ്റെ ദുഷ്പരിണിതി ഓർത്ത് സ്നേഹനൊമ്പരം അനുഭവിക്കുന്ന ദൈവഹൃദയത്തോട് പ്രവാചകൻ താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പോൾ ദൈവത്തിന് അന്യദൈവപൂജ നടത്തി ഇസ്രായേലിൽ ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അവർക്ക് വേണ്ടി എല്ലാം നൽകി, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാൻ അവർക്ക് നൽകി. അവരെ മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ ലോകചരിത്രത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും ഒക്കെ ദൈവം നൽകി. എന്നിട്ടും അവർ മറുപുറത്തു. മാത്രമല്ല, അവർക്ക് വേണ്ടി ദൈവം കാടപ്പക്ഷിയെ കൊടുത്തു. അവർക്ക് 40 വർഷങ്ങൾ ഭക്ഷിക്കുവാനും വേണ്ടി മന്ന വർഷിപ്പിച്ചു കൊടുത്തു. അപ്പം ഇതെല്ലാം കിട്ടി. എന്നിട്ട് ദൈവത്തെ അവർ അവിശ്വസിച്ചു. എന്നിട്ടും അതിൻ്റെ ഇടയിൽ അവർ അന്യദൈവ പൂജകളിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനം പലസ്തീനിൽ നിന്ന് സെറ്റിൽ ചെയ്തപ്പോൾ വീണ്ടും അവർ ദൈവത്തിൻ്റെ സന്മുഖത്ത് നോക്കാതെ അവിടുന്ന് അവർ മാറിപ്പോകുന്ന കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ വിധികളും ആജ്ഞകളും ദൈവത്തിൻ്റെ കൽപ്പനകളും ധിക്കരിച്ചിട്ട് മ്ലേച്ഛ സ്വഭാവത്തിലും മ്ലേച്ഛ ആരാധനകളിലും മുൻപോട്ട് പോകുന്ന ജനത്തെ ഓർത്ത് നൊമ്പരം അനുഭവിക്കുന്ന ദൈവഹൃദയത്തോട് പ്രവാചകൻ ഇവിടെ താതാത്മ്യം പ്രാപിക്കുകയാണ്. തന്നോട് അവിശ്വസ്തത കാണിച്ച് തന്നെ തീരാ വ്യഥയുടെ ആഴത്തിൽ എടുത്തെറിഞ്ഞ സ്വന്തം ഭാര്യയെ വീണ്ടും അംഗീകരിക്കുന്നതിന് പ്രവാചകൻ നിർബന്ധിതനായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ മനോഭാവം കാണിക്കുവാനും വേണ്ടി ഹോശേയയുടെ ജീവിതം ദൈവം എടുത്ത് പന്താടുകയാണ്. തന്നെ ധിക്കരിച്ചു പോയ, അതുപോലെ തന്നെയും തൻ്റെ മക്കളെയും തീരാവ്യഥയിലേക്ക് തള്ളിവിട്ട തൻ്റെ ഭാര്യയെ ഗോമറിനെ വീണ്ടും അംഗീകരിക്കുവാനും വേണ്ടി ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന പ്രവാചകനായ ഹോശേയ നിർബന്ധിതനാകുകയാണ്. അപ്പോൾ ഈ ദുഃഖസത്യത്തിൻ്റെ അനുഭോക്താവായി തീരുന്ന പ്രവാചകൻ ജനത്തോടത് പ്രഖ്യാപിക്കുവാൻ മുതിർന്നു. എന്ന് പറഞ്ഞാൽ വെറുതെ ഹോശേയയുടെ ജീവിതം ഇങ്ങനെ പന്താടുകയല്ല, ഹോശേയയുടെ ജീവചരിത്രത്തിൽ കൂടി ജനത്തോട് ദൈവത്തിൻ്റെ ഒരു സന്ദേശം പറയുവാനുണ്ട്. അത് പറയുകയാണ്. അതായത്, അന്യദൈവ പൂജ നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേലേ, ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കി. പക്ഷേ നീ സമൃദ്ധമായ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വിട്ട് നീ പഴയ അന്യദൈവങ്ങളിലേക്ക് അല്ലെങ്കിൽ ജാരന്മാരിലേക്ക് പോയി. എന്നിട്ടും ഞാൻ നിന്നെ വില കൊടുത്ത് നിന്നെ സ്വന്തമാക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം ജനത്തോട് പറയുവാൻ വേണ്ടി ദൈവം ഈ മനുഷ്യനെ ഉപയോഗിക്കുകയാണ്. ദൈവം മുൻപാകിയിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദൈവശബ്ദം ശാന്തമായി പ്രവാചകൻ്റെ ചെവിയിൽ മുഴങ്ങി.
എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണ്ടു? നിങ്ങൾ ഹോശേയയുടെ പ്രവചനം 11-ാം അധ്യായം 8-ാം വാക്യം, 6-ാം അധ്യായം 4-ാം വാക്യമൊക്കെ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം കാണാം. ദൈവത്തിന് തള്ളിക്കളയാൻ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ, ദൈവത്തെ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്, എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെയാണ് വിട്ടുകൊടുക്കുന്നത്? കാര്യം അത്രമേൽ ദൈവം സ്നേഹിച്ചതാണ്. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണ്ടു? അപ്പോൾ ഒത്തിരി കാര്യമായിട്ട് ദൈവം സ്നേഹിച്ച, ഒത്തിരി കാര്യമായിട്ട് ദൈവത്തിന് മമതയുണ്ടായ ജനത്തെ, ഒത്തിരി നല്ല രീതിയിൽ അവർക്ക് പൂരണം നൽകിയ ആ ജനത്തെ ദൈവം എങ്ങനെ വിട്ടുകളയും എന്ന് ചോദിക്കുകയാണ്. ഇത് ഇസ്രായേലിൻ്റെ പിന്മാറ്റം കണ്ട് വേദനിക്കുന്ന ദൈവഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും അടുത്ത ഞാൻ പറയാൻ പോകുന്നത് പാപം അകൽച്ച ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സന്തോഷത്തോടെ ജീവിച്ച ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഗോമർ അപ്രത്യക്ഷയായി. ഹോശേയയും മക്കളും അന്താളിച്ചു പോയി. കുട്ടികളെ എല്ലാം ഉറക്കിയ ശേഷം പ്രവാചകൻ വീട്ടുകാര്യങ്ങൾ ക്രമീകരിച്ചു. തൻ്റെ ചുമലിൽ കുമിഞ്ഞുകൂടിയ വലിയ ഭാരം ക്ഷമയോടെ വഹിക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി. പിന്നീട് ഏകാഗിയായി ദൈവമുഖത്തേക്ക് അവൻ നോക്കി. യഹോവയുടെ സഹിത്വം അവൻ ആഗ്രഹിച്ചു. വൈതരണികളിൽ ദൈവസഹായം ലഭ്യമാണെന്ന് പ്രവാചകൻ അറിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും ഏത് വലിയ പ്രശ്നത്തിലും നിങ്ങൾ എത്ര കൂട്ടി കുറച്ച് ഹരിച്ച് ഗുണിച്ച് നോക്കിയിട്ടും ആരോടൊക്കെ ചർച്ച ചെയ്തിട്ടും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹിത്വം നിങ്ങളുടെ പ്രശ്നവേളകളിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും എന്ന് നിങ്ങൾ അറിയണം. അനവധിയായ ദൈവകൃപ വിസ്മരിച്ച് അന്യദൈവങ്ങളെ സേവിക്കുകയും വിജാതീയ ദുർനടപടികൾ ചെയ്യുകയും ചെയ്ത ഇസ്രായേൽ ജനത്തെ വീണ്ടും സ്വീകരിച്ച് അനുഗ്രഹിപ്പാൻ ദൈവം താൽപ്പര്യപ്പെടുന്നു എന്ന് പ്രവാചകൻ പ്രസ്താവിക്കുന്നു. അപ്പോൾ ദൈവത്തിന് തള്ളിക്കളയാം, ആരും ദൈവത്തെ ചോദ്യം ചെയ്യുകയില്ല. പക്ഷേ ദൈവം വീണ്ടും തൻ്റെ അനന്തമായ സ്നേഹം കാണിക്കുകയാണ്. ഈ ഹോശേയയുടെ പ്രവചനത്തിൻ്റെ ക്രീം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തീർന്നു പോകാത്ത സ്നേഹമാണ്. കസ്ഡ് എന്ന് പറയുന്നൊരു സംവിധാനം. അപ്പോൾ ഒന്ന് തെറ്റിപ്പോയി തള്ളിക്കളഞ്ഞ് ഓടിപ്പോകുന്നൊരു ദൈവമല്ല, വീണ്ടും വീണ്ടും ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്നുകൊണ്ട് ദൈവത്തിന് ഒരു പണിയുമില്ല, ഒരു തൊഴിലുമില്ല, ദൈവത്തിന് വേറെ ആരെയും സ്വീകരിക്കുവാനുള്ള കരുത്തില്ല എന്ന് നമ്മൾ ഓർക്കരുത്. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോഴും എൻ്റെ കുഞ്ഞെ തിരിച്ചു വരുവാൻ ഞാൻ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ളൊരു സ്നേഹവാനായ ദൈവത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു ചിന്തയാണ് ഹോശേയയുടെ പ്രവചനം മുഴുവൻ നമ്മൾ കാണുന്നത്. ഈ അരുളപ്പാട് കേട്ട ഹോശേയ ഏതാനും മാസം മുമ്പ് തന്നെയും മക്കളെയും ത്യജിച്ച് വീട് വിട്ടിറങ്ങിയ ഗോമറിനെ അന്വേഷിച്ചു പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ശാന്തമായ ഗ്രാമം വിട്ട് ജനത്തിരക്കേറിയ നഗരത്തിലെത്തി. ആത്മരോഷം കൊള്ളിക്കുന്ന നഗര കാപഠ്യങ്ങൾ കണ്ട അനന്തരം ഹോശേയ നടന്ന് ചേരിപ്രദേശത്തെത്തിച്ചേർന്നു. അവിടെ അടിമ വ്യാപാര ചന്ത അദ്ദേഹം കണ്ടു. കേരളത്തിലും അടിമ വ്യാപാരം ഉണ്ടായിരുന്നറിയാമല്ലോ. കോട്ടയത്ത് ഉള്ള തിരുനക്കര, തിരുവല്ലായിലെ തിരുമൂലപുരം തുടങ്ങിയതൊക്കെ അടിമ വ്യാപാര ചന്തകളായിരുന്നു അന്ന് കേരളത്തിൽ ഒരടിമയ്ക്ക്. തുടർന്ന് ഞാൻ അല്പസമയം പറയുന്നത്, ദൈവത്തിന് ക്ഷമ അതിരില്ലാത്തതാണ്. അത് ഹോശേയയ്ക്ക് ബോധ്യമായി. ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ അന്യ ദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പറയുകയാണ് ഇസ്രായേൽ ദൈവത്തെ വിട്ടുമാറി അന്യദൈവങ്ങളിലേക്ക് പോയി. പക്ഷേ അപ്പോഴും ദൈവം അവരെ സ്നേഹിക്കുന്നത് പോലെ ഹോശേയയെ നീ ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ നീ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തൻ്റെ അടുക്കലില്ല, തന്നെ വിട്ട് ദ്വേഷിച്ച് തന്നെയും ആ കുടുംബത്തെയും തിരസ്കരിച്ചു പോയ, പഴയ ജാരന്മാരിലേക്ക് പോയ, കുടുംബബന്ധത്തിന് വില കൽപ്പിക്കാതെ അത് വലിച്ചെറിഞ്ഞിട്ട് പോയ ആ വ്യഭിചാരിണിയായ സ്ത്രീയെ വീണ്ടും സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നൊരു തത്വം. അപ്പോൾ ഇതൊരു സാമാന്യ മനുഷ്യന് ചെയ്യുവാനൊക്കുകയില്ല. അതിന് ദൈവത്തിൻ്റെ വളരെ വ്യക്തമായ നിർദ്ദേശവും ദൈവത്തിൻ്റെ വളരെ സുദൃഢമായ
കൃപയുമൊക്കെ നമ്മുടെ മേൽ ഉണ്ടായാൽ മാത്രമേ അത് സംഭവിക്കൂ, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒക്കൂ എന്നും കൂടെ നിങ്ങൾ അറിയണം. ഇപ്പോൾ കേരളത്തിൽ അടിമ വ്യാപാര ചന്തകൾ ഉണ്ടായിരുന്നു. ആ അടിമ വ്യാപാര ചന്തകൾ ഒരെണ്ണം കോട്ടയത്തുള്ള തിരുനക്കര, അതുപോലെ തിരുവല്ലായ്ക്കടുത്തുള്ള തിരുമൂലപുരം, ഇവിടെയൊക്കെ ഒരു അടിമയുടെ വിലയെന്ന് പറയുന്നത് 8 രൂപയ്ക്ക് 18 രൂപയ്ക്കും ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ മാത്രമല്ല, അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കനാണ്. 1853 അത് സംഭവിക്കുന്നത്. എന്നാൽ അതിനും 8 വർഷങ്ങളുടെ മുൻപ് കേരളത്തിൽ അടിമ വ്യാപാരം നിരോധിച്ചു. LMSൻ്റെയും അതുപോലെ CMSലെയും മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്തീയ മിഷണറിമാർ ഇതങ്ങനെ നന്നായിട്ട് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടിമ വ്യാപാര ചന്തയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഹോശേയ അടിമ വ്യാപാര ചന്ത കണ്ടു. അതിൽ അവശയും ക്ഷീണിതയുമായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. ആ അടിമയിൽ ഹോശയുടെ കണ്ണുടക്കി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തന്നെ ത്യജിച്ചു പോയ ഗോമറാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഹോശേയ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും വാങ്ങി, അഥവാ വീണ്ടെടുത്തു. ഹോശേയയുടെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. ഇടറിയ കണ്ടത്തോടെ ഹോശേയ പറയുവാൻ തുടങ്ങി, ഗോമർ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും കുറഞ്ഞിട്ടില്ല. ഒരു സാമാന്യ മനുഷ്യൻ ഇത് പറയാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ഒരിക്കൽ മാത്രമല്ല, 2 പ്രാവശ്യം ഞാൻ നിനക്കുള്ളവനായി തീർന്നിരിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പാടെ മറന്ന് എന്നോടുകൂടി നീ വിശ്വസ്തയായി പാർക്കുക. ഒരിക്കൽ കൂടെ നമുക്ക് സൗഭാഗ്യകരമായ കുടുംബജീവിതം തുടരാം. ജീവിതാന്ത്യം വരെ പരസ്പരം വിശ്വസ്തരായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, അങ്ങനെയൊക്കെ മനസ്സു തുറക്കുവാൻ കഴിയണമെങ്കിൽ അതിന് അസുലഭമായ ദൈവകൃപ വേണം. തന്നെ ത്യജിച്ചു പോയ കുടുംബബന്ധത്തെ കാറ്റിൽ പറത്തിയ അവളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അവളോട് എങ്ങനെയാണ് ഹൃദ്യമായിട്ടും ഒക്കെ ഹോശേയയ്ക്ക് പറയാൻ കഴിയുന്നത്? അപ്പോൾ ഓർക്കണം, ദൈവം ഒരു പ്രത്യേക ദൗത്യം ചെയ്യുവാനും വേണ്ടി, അവരോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകൾ കാണിക്കുവാനും വേണ്ടി ഹോശേയയുടെ ജീവിതം ദൈവം ചോദിച്ചു. അത് കൊടുക്കുവാൻ വേണ്ടി ഹോശേയ വൈമനസ്യം കാണിച്ചില്ല. അങ്ങനെ തന്നെ ജീവിത സംവിധാനത്തിൽ കൂടി ദൈവം ഇസ്രായേലിനുള്ള ഒരു സന്ദേശം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ തൻ്റെ മുഴുവൻ ജീവിതവും ദൈവത്തിന് സന്ദേശം പറയുവാനുള്ള ഒരു ചാലക സംവിധാനമാക്കി ഇതാ ഹോശേയ വിട്ടുകൊടുക്കുകയാണ്. ഗോമറിന് തിരിച്ചൊന്നും പറയുവാൻ കഴിയുന്നില്ല. കാര്യം, അവൾ കാണിച്ചത് അക്ഷന്തയുമായ തെറ്റാണ്, പൊറുക്കപ്പെടുവാൻ കഴിയാത്ത തെറ്റാണ്. പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല. ഇതൊരു തൂവാല താഴെ പോയതുപോലെ അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് താഴെ പോയതുപോലെയല്ല. അപ്പോൾ ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി തെറ്റിപ്പോയതല്ല. ജീവിതമെന്ന് പറയുന്ന ആ സംവിധാനത്തെ നശിപ്പിച്ച് വലിച്ചെറിഞ്ഞ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ആകപ്പാടെ ചീന്തിറിഞ്ഞ താനെങ്ങനെയാണെന്ന് പ്രതികരിക്കുന്നത്? അവൾക്ക് പറയാനൊന്നുമില്ല. പക്ഷേ അവിടെ കണ്ണുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, അതൊലിക്കുകയാണ്. അവളുടെ ഒട്ടിയ മുഖത്തൂടെ അത് താഴേക്ക് വരുന്നു. പാപഭാരത്താൽ ഗോമർ തല താഴ്ത്തി നിന്നു. വീട്ടിലെത്തിയ ഗോമറിനെ ഹോശേയയും മക്കളും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ഇവിടെ പോയതടി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നൊരു സംവിധാനമല്ല. ആ കാര്യങ്ങൾ ഓർത്ത്, ആ പഴയ തിക്തതകൾ ഇനിയും ഒരിക്കലും അവൾ ഓർത്ത് വിഷമിക്കാതിരിക്കുവാനും വേണ്ടി സ്നേഹം കൊണ്ട് ഹോശേയ അവളെ പൊതിഞ്ഞു. അപ്പോൾ ഓർക്കണം, ഇങ്ങനത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് ദൈവികമായ സംവിധാനത്തിൽ മാത്രമേ വരികയുള്ളൂ. എൻ്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം കൂടെ പറയാം. പലരും ജീവിതം ക്രമീകരിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് പഴയതെല്ലാം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതം അവസാനിക്കുന്നത് വരെ ശരിയാകില്ല എന്നും തമ്മിത്തല്ല് മാത്രമായിരിക്കും ഫലം. അതുകൊണ്ട് കുടുംബസ്ഥർ ഒത്തിരി പേര് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഞാനൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബജീവിതം ശരിയാക്കണമെന്ന് ആഗ്രഹിച്ചാൽ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. എപ്പോഴും അവർ വേദനിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സുഖം കിട്ടും. അപ്പോൾ അത് സാഡിസ്റ്റുകൾക്ക് മാത്രമാണ് അങ്ങനെ സുഖം കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പഴയ കാര്യങ്ങൾ മിണ്ടാതിരിക്കുക, അത് ഉറപ്പിക്കാതിരിക്കുക,
അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവരെ സ്വന്തമായിട്ട് വീണ്ടും കൊണ്ടു നടക്കാം എന്ന് നിങ്ങൾ സ്നേഹം കൊണ്ട് പൊതിയുക. അപ്പോൾ തിക്തതകളൊക്കെ മാറ്റി അവർ നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ടാകും എന്നും കൂടെ അറിയുക. ഹോശയുടെ വാക്കുകളുടെ മുമ്പിൽ അവൾക്കൊന്നും പറയാനൊക്കുന്നില്ല. കാര്യം ഹോശയല്ലോ തെറ്റ് കാണിച്ചത്. ഇത്ര സ്നേഹ സമൃദ്ധമായി എങ്ങനെയാണ് ഹോശയ്ക്ക് പറയാൻ കഴിയുന്നത്? താൻ ദ്വേഷിച്ചു പോയ തൻ്റെ ഭർത്താവ് ഹോശയ, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം നീ മറന്നു കളയുക, അത് നീ ഓർക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു ദുസ്വപ്നം പോലെ അതിനെ മറന്നു കളയുക. സംഭവിച്ചില്ല എന്ന് നീ ഓർക്കുക. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കുന്നു. നമുക്ക് സന്തോഷപൂരിതമായ ഒരു ജീവിതം തുടരാം, പരസ്പരം വിശ്വസ്തരായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് ഹോശയ തുറന്നു കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ കൂടി തൻ്റെ ഭാര്യയോട് ഇങ്ങനെയുള്ള സമ്മിശ്രമായ വികാരങ്ങൾ തന്നെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ വളരെ ചടുലമായി അദ്ദേഹം പറയുന്നുവെങ്കിൽ ഓർക്കുക, ദൈവത്തിന് ഇസ്രായേലിനുള്ള വ്യവഹാരം വളരെ വലുതാണ്. ദൈവത്തിന് ഇസ്രായേലിനുള്ള മമത ചെറുതല്ല. എന്തുകൊണ്ടാണത്? തൻ്റെ സ്നേഹിതനായിരുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ആ വാഗ്ദത്തം അനുസരിച്ചുള്ള നടപടികൾ ദൈവം നടത്തുകയാണ്. പക്ഷേ തിരിച്ച് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ അത് ചെയ്യുവാനും വേണ്ടി പലപ്പോഴും വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മളോടും ദൈവം ചെയ്ത ചില ഉടമ്പടികൾ, ആ ഉടമ്പടികൾ അനുസരിച്ച് പലപ്പോഴും നമുക്ക് പോകാനൊക്കുന്നില്ല. ജീവിതത്തിൻ്റെ സമ്മർദ്ദത്തിലും പല വ്യക്തികളുടെയും ഇടപാടുകളുടെയും മുൻപിൽ പലപ്പോഴും നമ്മളും പകച്ചൊക്കെ പോകാറുണ്ട്. എന്നാൽ മാടി വിളിച്ച് മകനെ എന്നും മകളെ എന്നും വിളിച്ച് നീ എൻ്റെ ഓമനയാണ്, നീ എൻ്റെ വാത്സല്യ പുത്രനാണ്, നീ എൻ്റെ വാത്സല്യ പുത്രിയാണ് എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ കേൾക്കുന്നുവെങ്കിൽ ഓർക്കുക, ദൈവത്തിന് നമ്മളുള്ള മമത, സ്നേഹം, വാത്സല്യം, അനുരാഗം ഇതൊന്നും കുറഞ്ഞിട്ടില്ല എന്ന് നന്നായിട്ടറിയണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹോശയുടെ വാക്കുകൾ കേട്ടു. മാത്രമല്ല വീട്ടിലെത്തിയ അവളെ ഹൃദ്യമായിട്ട് ഹോശയെയും മക്കളും സ്വീകരിക്കുന്നു. സ്നേഹത്തിൻ്റെ വലിയൊരു പ്രദർശനം അവിടെ നടക്കുകയാണ്. ഗോമർ തൻ്റെ നിലയെപ്പറ്റി തികച്ചും ബോധവതിയായി. താൻ കാണിച്ച തെറ്റ് വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ഹോശയ അതൊന്നും ഓർക്കാതെ തന്നെ സ്നേഹിക്കുന്നു. പാപത്തിൻ്റെ സ്വാധീനം ജീവിതത്തിൽ വരുത്തിയ പരുക്ക് കഠിനമായിരുന്നുവെന്ന് അവൾ ഓർത്തു. മാനുഷിക ദൃഷ്ടിയിൽ അക്ഷന്തിയുമായ അവളുടെ അപരാധം ഹോശയ ക്ഷമിച്ചു. ദൈവം ക്ഷമ അംഗീകരിച്ചു. അപ്പോൾ ഓർക്കണം, ക്ഷമിക്കണം എന്ന് ഒരാളോട് പറയുവാൻ പലർക്കും വൈമനസ്യമാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു അവസരം വന്നാൽ ചോദിച്ചാൽ ആകാശം ഇടിഞ്ഞ് വീഴത്തില്ല എന്നും കൂടെ അറിയണം. 2, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും വേണ്ടി കഴിയുന്ന ഒരു മാനസികാവസ്ഥ. യേശു തന്നെ പറഞ്ഞല്ലോ, പ്രാർത്ഥനയിൽ യേശു പറഞ്ഞു ഒരു കാര്യത്തിന് മാത്രമേ പ്രാർത്ഥനയുടെ വെളിയിൽ യേശു വിശദാംശം നൽകിയിട്ടുള്ളൂ. അവിടെ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു മോഡൽ പഠിപ്പിച്ചല്ലോ. ആ മോഡലിൽ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു വിശദാംശം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ പാപം, ഒരുത്തൻ്റെ അകൃത്യം, ഒരുത്തൻ്റെ തെറ്റ്, ഒരു ചെറിയ പിഴവ് പോലും നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറല്ല. അതെന്നും ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിർത്തി അവരെ കുത്തി നോയിക്കാൻ പ്രത്യേകം കൃപയുള്ളവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അത് കൃപയല്ല, അത് സാത്താൻ്റെ സ്വഭാവമാണെന്നും കൂടെ അറിയുന്നത് നിങ്ങൾക്ക് ഉചിതമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതം നന്നാക്കണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ക്ഷമിക്കണം, ചിലപ്പോൾ പൊറുക്കണം, ചിലപ്പോൾ ക്ഷമ ചോദിക്കേണ്ട ഘട്ടമുണ്ട്. അതും കൂടെ ചെയ്യുക. ഹോശയുടെ ഭവനത്തിൽ നടന്ന ഈ സംഭവ പരമ്പരയിലൂടെ ദൈവത്തിൻ്റെ വീണ്ടെടുക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം പഴയ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഹോശയ ദൈവസ്നേഹത്തിൻ്റെ മധുരിമ പ്രഹവിപ്പിച്ചു. അപ്പോൾ ഓർക്കണം, നമ്മളെയും ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ദൈവസ്നേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാട്ടാളന്മാരുടെ കൂട്ടും കടുവായുടെ കൂട്ടുമല്ല ഇടപെടേണ്ടത്. എന്നാൽ എല്ലാം കളിയും തമാശയായിട്ടും എടുക്കണമെന്നല്ല. ശുശ്രൂഷയും കളിയല്ല. ചിലർക്കതാണ്, ശുശ്രൂഷയും കളിയാണ്, അവർക്ക് ആരാധനയും കളിയാണ്, എല്ലാം കളിയാണ്. അതല്ല ഞാനീ പറഞ്ഞത്. ഗൗരവം എടുക്കേണ്ടിടത്ത് ഗൗരവം എടുക്കണം, പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കണം. എല്ലാം തമാശയും കളിയുമായിട്ട് വിചാരിക്കരുത്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി
കടുവായുടെ മുഖം വെച്ചുകൊണ്ടും ഒന്നും നിങ്ങൾ നടക്കരുത്. അത് ഗുണമല്ല. അത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ എന്തിന് ആരോഗ്യത്തെയും നിങ്ങളുടെ സംവിധാനങ്ങളെയും വരെ തെറ്റിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മൾ അല്പം അയവുണ്ടാകണം. അത് നിശ്ചയമായിട്ടും അനുഗ്രഹത്തിന് മാത്രമേ ഉതകൂ. നിങ്ങൾക്കൊരിക്കലും ഒരു അബദ്ധം പറ്റുകയില്ല. തീരാൻ വേണ്ടി അടുത്ത് വരുന്നല്ലോ. ഞാൻ എൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരാം. അടുത്തത്, യഥാർത്ഥ സ്നേഹം ആത്മാർത്ഥതയുള്ളതായിരിക്കും. സ്നേഹാർദ്രതയുള്ള ഒരുവന് മാത്രമേ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ പ്രസ്താവിക്കാൻ കഴിയൂ. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവന കാലത്തിലെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയയാകും. അപ്പോൾ ഓർക്കണം, ഇവിടെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്ത, ആരും വരാത്ത, ആർക്കും ഇടപെടുവാൻ കഴിയാത്ത എന്ന് പറഞ്ഞാൽ ഈ 2 പേർ മാത്രമുള്ള ഒരു സ്ഥലം. അപ്പോൾ ഹൃദയം തുറക്കുവാൻ കഴിയുന്ന, ഹൃദ്യമായ സംസാരങ്ങൾ നടക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ വാക്യം പറയണമെങ്കിൽ നിശ്ചയമായിട്ടും സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരാൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. അപ്പോൾ ദൈവം ഇസ്രായേലിനോട് പറയുന്ന ഒരു സംഭവമാണിത്. തൻ്റെ ജീവിതസഖിയുടെ മടങ്ങിവരവ് പോലെ ഇസ്രായേലിനും പഴയ നല്ല കാലത്തിൻ്റെ അനുഭവം വീണ്ടും പ്രാപിക്കാമെന്ന് ഈ വാക്യങ്ങളിലൂടെ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തെ തട്ടിത്തെറിഞ്ഞ്, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ്, വേറെ ദൈവങ്ങളുണ്ടല്ലോ, ഇപ്പം യഹോവ മാത്രമല്ലല്ലോ, വേറെ ദൈവമൊക്കെ ഇല്ലേ, അതുകൊണ്ട് കിട്ടിയതിനെ കിട്ടിയിടത്ത് വെച്ച് ആരാധിക്കാം, കണ്ട പോലെ ജീവിക്കാം എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, നീ മടങ്ങി വന്നാൽ നിശ്ചയമായിട്ടും നിനക്ക് ഒരു നല്ല കാലത്തിൻ്റെ അനുഭവം ദൈവം തരും. അപ്പോൾ അത് ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട്, ദൈവത്തിൻ്റെ വായായിട്ട് ഈ പറയുന്ന ഹോശിയ പ്രവാചകൻ അവതരിപ്പിക്കുകയാണ്. അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യന് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തെറ്റുകൾ ആണ് ഇവിടെ ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവം അവരെ ഇഷ്ടപ്പെടുക? അപ്പോൾ ഓർക്കണം, വെള്ളയും ധരിച്ച് ഞായറാഴ്ച സഭായുത്തിന് പോയെന്നും അന്യഭാഷ പറഞ്ഞെന്നും ഒക്കെ പറഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ക്രമവുമില്ല, ഒരു ചിട്ടയുമില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ മുഖത്ത് ചിരിയും മുഖത്ത് വലിയ ആത്മീയവും അഭിനയിച്ച് കാണിച്ചിട്ട് നമ്മൾ പിൻവാതിൽ കൂടി കാണിക്കുന്ന തെറ്റായ കാര്യങ്ങളെ ദൈവം കാണാതിരിക്കുന്നില്ല എന്ന് ഇന്ന് എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. വലിയ പാപം, ഇസ്രായേലിൻ്റെ വലിയ പാപം ദൈവസ്നേഹത്തിന് നേരെയുള്ള മറുതലിപ്പായിരുന്നു. മനസ്സിലാവുന്ന, ദൈവം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഇതൊന്നും കണ്ടിട്ട് കാണാത്ത രീതിയിൽ മറുതലിക്കുന്നൊരു സ്വഭാവം. ഹോശേയുടെ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങളുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, വളരെ വലിയ തെറ്റുകൾ, ഒന്നിനു മീതെ അടുക്കി വെക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തെറ്റുകളാണ്. ദേശത്ത് സത്യമില്ല. എവിടെ സത്യദൈവത്തെ ആരാധിക്കുന്നു ദൈവജനമെന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. സത്യമില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം, അവരവരുടെ കുടുംബത്തെയും അവരവരുടെ ജീവിത സംവിധാനങ്ങളൊന്ന് പരിശോധിക്കണം. ദേശത്ത് സത്യമൊട്ടുമില്ല, ദയയുമില്ല എന്ന് പറഞ്ഞാൽ കണ്ണിച്ചോരയില്ലാത്ത സ്വഭാവം, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അപ്പോൾ വളരെ വലിയ, പൊറുക്കുവാൻ കഴിയാത്ത ഒരു സാമാന്യ മനുഷ്യന് എന്ന് പറഞ്ഞാൽ, ഒരു അന്യദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യന് പോലും ഈ പാപമെല്ലാം സമസൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള സ്നേഹമില്ലായ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുക, മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, കുല ചെയ്യുക, ഭോഷ്ക് പറയുക,
അതുപോലെ ദയ ഇല്ലാതെ ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം ഈ സൃഷ്ടികളോടും അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ സമസൃഷ്ടികളോടും നമ്മുടെ സൃഷ്ടാവിനോടുമുള്ള സ്നേഹം ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം അംഗീകരിക്കുമെന്ന് 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കൂടി ദൈവം പ്രവാചകൻ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്പോക്സ്മാനായിട്ട്, വക്താവായിട്ട്, വായായിട്ട്, മൗത്ത് പീസായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വന്നാൽ ദൈവം നിങ്ങളെ അംഗീകരിക്കും. തൻ്റെ സമകാലികനായിരുന്ന ആമോസിനെ പോലെ ഹോശിയായും ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ നീതിക്ക് ശക്തീകരണം നൽകിയാണ് താൻ പ്രവചിച്ചത്. 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളിലേക്കാൾ ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. യേശു ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിട്ടകളും ക്രമങ്ങളും എല്ലാം നോക്കി, നൂലെ പിടിച്ച് എല്ലാം നോക്കി, എല്ലാം കൃത്യമായിരിക്കുന്നു, അളവ് ശരിയാണ്. പക്ഷേ അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദയ, അതുപോലെ ദൈവപരിജ്ഞാനം, ഇതിലൊക്കെയാണ് ദൈവം പ്രസാദിക്കുന്നത്. പക്ഷേ ദൈവം പ്രസാദിക്കുന്നത് അവർക്ക് വേണ്ട, ദൈവം പ്രസാദിക്കാത്തതൊക്കെ ചെയ്ത് മിടുക്കന്മാരാണെന്ന് പറയുവാനുള്ള ഒരു സംവിധാനം നമ്മളിപ്പോഴും ആത്മീയ മണ്ഡലമെന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളുടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. തുടർന്ന് പറയുന്ന പ്രവാചക ശൈലിയാണ്. ഹോശിയ ഒരു ഗ്രാമീണനായിരുന്നതിനാൽ ആ സാഹചര്യം തൻ്റെ പ്രവചനത്തെ തികച്ചും പ്രതിബിംബിക്കുന്നുണ്ട്. ഗ്രാമീണ അന്തരീക്ഷവും ഗ്രാമീണ ജീവിതത്തിൻ്റെ ചലനങ്ങളും നമുക്ക് ഈ പ്രവചന ഗ്രന്ഥത്തിൽ ദർശിക്കുവാൻ കഴിയും. ഹോശിയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? അപ്പോൾ ഓർക്കണം, ഇത് ഗ്രാമീണാന്തരീക്ഷത്തിൽ നടക്കുന്ന സംവിധാനമാണ്. ഹോശിയ പ്രവചനം 6-ന്റെ 4-ാമത്തെ വാക്യം, നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. ഞാനിതിനെ വിവരണം പറയുന്നില്ല, സമയം തീരുന്നു. ഹോശിയ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, നീതിയിൽ വിതപ്പീൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശുനിലം ഉഴുവീൻ, യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലമാകുന്നുവല്ലോ. അപ്പോൾ ഇതൊക്കെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വാക്കുകളും അവിടുത്തെ നടപടികൾ, വിത, കൊയ്ത്ത്, അതുപോലെ ഉഴുക. അപ്പോൾ ഈ സംഭവമെല്ലാം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കാര്യം ഹോശിയ ഗ്രാമീണനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും അതിൻ്റെ സ്പർശനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിസ്തുല്യമായ ദൈവസ്നേഹം. ഈ പ്രവചനത്തിലെ മുഖ്യ ദൂത് എന്ന് പറയുന്നത് നിസ്തുല്യമായ ദൈവസ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ അളക്കുവാൻ കഴിയാത്ത, തുലനം ചെയ്യുവാൻ കഴിയാത്ത ദൈവസ്നേഹമാണ്. ശാസനം നടത്തുകയും ശിക്ഷ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ ഫലമായി വന്നു ചേരുന്ന അനുഗ്രഹങ്ങളുടെ വലിയ പ്രഖ്യാപനങ്ങൾ ദൈവം ഹോശിയയിൽ കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ തെറ്റുകൾ ക്ഷമ അർഹിക്കുന്നതല്ലെങ്കിലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് എന്ന് മാപ്പ് ചോദിച്ചാൽ ക്ഷമിക്കുന്നവർ സ്നേഹവാനായ ദൈവത്തെയാണ് ഹോശിയ ഇവിടെ വിവരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കടാക്ഷവും ഉണ്ടാകുവാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ ഈ ക്ലാസ് എടുക്കുവാൻ ക്ഷണിച്ച മരണത ഓൺലൈൻ ചർച്ചിൻ്റെ സംഘാടകനായിരിക്കുന്ന പാസ്റ്റർ ജിഫി വർഗീസിനോടും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ.